അല്ലാഹു സുബ്ഹാനഹു വ തആല സർവശക്തനും സെൽഫ് സഫിഷ്യൻറ്റും ആണെങ്കിൽ അവനെ ആരാധിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നത് എന്തിനാണ്? അത് അള്ളാഹുവിന് ഒരു ആവശ്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ ചോദിച്ചത്? നമ്മളൊരു ടീസ്പൂൺ ഉപയോഗിച്ച് സമുദ്രത്തിനെ അളക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്പൂണ് എത്ര തവണ മുക്കിയാലും വെള്ളത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആഴമോ വിശാലതയോ നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല. കഴിയത്തില്ല. അപ്പോൾ ആ ഒരു കടലിൻ്റെയും സ്പൂണിൻ്റെയും സ്ഥാനവ്യത്യാസം പോലും അള്ളാഹുവുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തുമ്പോൾ അളക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ സ്ഥാനം. അതിന് പോലും കഴിയാത്തൊരു അവസ്ഥയാണ്. അതാണ് നമ്മുടെ സ്ഥാനം. അപ്പോൾ ആ അള്ളാഹു എന്നുള്ളത് അവൻ നമ്മുടെ ചിന്താശേഷിക്കും ഗ്രാഹ്യത്തിനും അപ്പുറമാണ് അള്ളാഹു. നമ്മുടെ മനുഷ്യ മനസ്സുകൾക്ക് സൃഷ്ടാവിൻ്റെ പൂർണ്ണമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യ ഗുണങ്ങളെ ദൈവവുമായിട്ട് കൂടിക്കലർത്തുന്നത് കൊണ്ടാണ്. മനുഷ്യർക്ക് ആരാധനയും അംഗീകാരവും ആവശ്യമാണ്. അള്ളാഹു അൽ വനിയാണ്, സ്വയം പര്യാപ്തൻ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ആരാധന എത്രയായാലും ആ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ റബ്ബിലെ കുറവ് നികത്തുകയോ ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെയാണ് ആരാധിക്കാൻ കൽപ്പിക്കുന്നത്? എന്തിനാണ് സലാമേ? എന്തിനാ അള്ളാഹു അവനോട് ആരാധിക്കാൻ കൽപ്പിക്കുന്നത്? ഒരു രോഗിയോട് ഒരു ദന്തിസ്റ്റ് പറയാണ് വാ തുറക്കാൻ പറഞ്ഞു. രോഗി ദന്തിസ്റ്റിൻ്റെ അടുക്കൽ പോയപ്പോൾ വാ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ ആവശ്യപ്പെടുന്നത് പോലെ നമ്മൾ വാ തുറന്നു കൊടുക്കണം, വേണം. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ട വേദനകളോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കാം. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ പൂർണ്ണതയുള്ള ഗുണങ്ങളെ അല്ലെങ്കിൽ സിഫാത്തുകളെ തിരിച്ചറിയുന്നതിനുള്ള നാച്ചുറൽ റെസ്പോൺസാണ് ആരാധന അഥവാ ഇബാദത്ത്. നമ്മുടെ സ്വന്തം ഹൃദയങ്ങൾക്ക് സമാധാനവും ഒരു പർപ്പസ്, ലക്ഷ്യവും നൽകുന്നു. അങ്ങനെയല്ലേ? അപ്പോൾ ഇനിയാണ് സലാമേ, ഈ ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ലോകത്ത് ആത്മീയതയും ധാർമ്മികതയും ഈ ഇബാദത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആത്മീയമായിട്ട് അടിത്തറയുള്ള ആളുകൾക്ക് പലപ്പോഴും ഒരു ഉത്കണ്ഠ, ആൻസൈറ്റി കുറവാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യനും ജിന്നുമല്ലാത്ത എല്ലാ സൃഷ്ടിയും എപ്പോഴും ഈ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാം പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു, യോജിക്കുന്നു. നമ്മൾ ഒരു കോസ്മിക് ഹാർമണിയിൽ എത്തുന്നുണ്ട്. ഈ ഉസ്താദെ, ഇസ്ലാമിലെ ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. അങ്ങനെയല്ലേ? ക്ഷമയും ദയ, ഭക്തി തുടങ്ങിയ ഗുണങ്ങൾ വളർത്തിയെടുക്കാനുള്ള ഒരു മഹത്തായ അവസരമാണ്. ആരാധന ആ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിൽ മനുഷ്യൻ്റെ ക്ഷമ, ദയ, ഭക്തി ഇതൊക്കെ വളർത്തിയെടുക്കാനുള്ള ഒരു കാര്യമാണ് ഇബാദത്ത്. ക്ഷമ, ദയ, ഭക്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാനുള്ള ഒരു മഹത്തായ അവസരമാണ് ഇബാദത്ത്. പക്ഷെ അത് നമ്മളെ ഭാരപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടല്ല. പകരം അത് ദൈനംദിന ജീവിതത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പോലെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെയല്ലേ? പിന്നെ അതിൻ്റെ ഫലം പിന്നീടാണ് നമ്മളറിയുള്ളൂ. ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ആദ്യമൊക്കെ ഭയങ്കര മേലിന് വേദനയായിരിക്കും ശരീരത്തിന്. പിന്നെ അത് കഴിഞ്ഞാൽ ഇത് ഉഷാറാവൂലേ? അത് തന്നെയാണിത്. അപ്പോൾ പക്ഷേ നല്ല ആരോഗ്യവാന്മാരാക്കും ആ എക്സസൈസിലൂടെ. നമുക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് നല്ല ആരോഗ്യവാന്മാരാകും.